നമ്മളെ പണിയോളൊന്നും ഇതുവരെ കഴിഞ്ഞില്ല. അല്ല, എൻ്റെ പണിയോളൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? എന്തെത്ര തവണ പണിയോള്? അതൊക്കെ ചെയ്യാനായി. അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിക്കണ്. ഇനി പുറത്തുള്ള പണികൾ തന്നെ ഉള്ളു. ഒന്നും വെച്ച് തൊള്ളേക്കണ്ട് വെക്കാൻ പറ്റൂല. എന്നാലും പൈപ്പ് സഹിക്കാൻ വെച്ചായിട്ട് തിന്നണതാണ്. ഇന്നമ്മ ഒരു കാര്യം ചെയ്യേ, ഉമ്മ അടുക്കളയിൽ നിന്നോളി. പുറത്തുള്ള പണികളൊക്കെ ഞാൻ എടുത്താൽ മതിയല്ലോ. ഇന്നമ്മക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കും ചെയ്യാം. തളക്ക് ഞാൻ ഉണ്ടാക്കിയ കുറ്റാണേനും എന്നിട്ട് വെട്ടി വിഴുങ്ങും ചെയ്യും. ഒന്ന് സഹായിക്കും, അതും ചെയ്യില്ല. അങ്ങനെ ഇരുന്ന് പറഞ്ഞോളൂ. എടി, ഇവിടെ കൊന്നിട്ട് അടിച്ചു വരിക്ക. അവിടെ ഞാൻ പഠിച്ചു വരിയതല്ലേ. ഇജ് ഇവിടെ അടിച്ചു വരിയതത് ഇത് കച്ചറോളൊന്നും പോയിട്ടില്ലല്ലോ. ആ ചൂലെടുത്ത് നല്ലപോലെ ഒന്നും കൂടി ഇങ്ങോട്ട് അടിച്ചു വരിയത്. നമ്മ ഒരു കാര്യം ചെയ്യും, ഉമ്മ അടിച്ചു വരിക്കോളി. എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ലേ, വൃത്തിയാവും ചെയ്യും. ഞാൻ അടിച്ചു വരുമ്പോഴല്ലേ നിങ്ങൾക്ക് വൃത്തിയില്ല എന്നുള്ളത് കാണുന്നത്. നിങ്ങൾ അടിച്ചു വരിയാ മതി. ഞാൻ ഇടക്ക് ഞാൻ അടിച്ചു വരി തരും കൂടി ചെജ്ജ. അപ്പക്കപ്പൊക്കെ മറുപടി കൊടുത്തില്ലെങ്കിലേ ശരിയാവൂല. ഇതൊക്കെ തലേ കയറുന്നായിരുന്നു. കറിയൊക്കെ എന്താ പാടാണാവോ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് എന്ന് ഓളോട് പറയണ്ട. എന്ത് കറിയടി ജി വെച്ചേച്ചിക്കണത്? തൊള്ളയെ കണ്ട് വെക്കാൻ ജപ്പൂല്ല, പുളിയില്ല, ഒന്നുമില്ലാത്തൊരു ചാറ്. നിങ്ങള് വേണമെങ്കിൽ തിന്നാ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ തിന്നണം എന്നുള്ളത്. നേരെ മണ്ണ ഞാൻ വെച്ചുണ്ടാക്കി തരുന്നില്ലേ, അത് തിന്നിട്ട് നിങ്ങൾക്ക് ഒരു പാത്തി ഇരുന്നാ പോരെ. എന്തിനാ അങ്ങനെ കുറ്റം പറയാൻ നിക്കണത്? ഈ നല്ലപോലെ തന്നെ വെച്ചേ തിന്നൂന്നുണ്ടെങ്കിൽ ഉമ്മ തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ പുറത്തുള്ള പണികളൊക്കെ എടുത്തോളാം. ഉമ്മ അടുക്കളയിലുള്ള പണികൾ എടുത്തോളി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ വെക്കുള്ളൂ. ഒരു കുട്ടീനെ നോക്കും വേണം, ഈ പെരയുടെ ഉള്ളത്തെ പണികളും എടുക്കണം. എന്നാ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തന്നാല് അതിനും കുറ്റ. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ ഉണ്ടാക്കും. അത് ഉമ്മാക്ക് തിന്നാൻ പറ്റൂല എന്നുണ്ടെങ്കിലേ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി തിന്നോളി. ഞാൻ എന്നെ ഇങ്ങനെ വെറുതെ ഇരുത്ത ആ കൊലായ്മ അമ്മയത്തുള്ള കസാലയിലാണ് പോയിരുന്നൂട്. ഇന്ന് അടുക്കളത്തെ പണികളൊക്കെ ഞാനത് ചെയ്തുതരാം എനിക്ക്. താത്താ, ആരത് വിളിക്കണ്? റുക്കേ. എന്ത് റുക്കേ ഈ വൈക്കൊക്കെ? എന്താ ഇവിടെ ഇങ്ങനെ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ കേട്ടീന്ന് അമ്മായിമ്മയും മരുവോളും കൂടി? ഞാൻ അപ്പുറത്തു കൂടെ പോകുമ്പോ കേക്കേ. എന്ത് പറയാൻ, ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി. ഓളോട് ഞാൻ എന്ത് പറഞ്ഞാലും ഓള് ഇന്റെ തർക്കുത്തരം പറയാനേ ഉള്ളൂ ഓൾക്ക് നേരം. ഞാൻ ആ കറിയൊക്കെ നോക്കിയപ്പോ ഓള് അറിയാം എന്നോട്, ഞാൻ ഒരു ഉപ്പും ഇല്ല പുളിയില്ല ഒന്നും ഇല്ലാത്തൊരു ചാറ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഓള് അറിയാം ഇങ്ങക്കവിടെ വെച്ചാലെന്താ, നിങ്ങള് വെച്ചോളീന്ന്. ഞാൻ ഓളെങ്ങനെ ആട്ടുതൊട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടാനല്ലേ ഇങ്ങോട്ട് കൊടു നിക്കണത്.
മരുക്കളൊക്കെ നിർത്തണ്ടോർത്ത് നിർത്തണം. ഇല്ലെങ്കി ഓലൊക്കെ നമ്മളെ തലയെ കേറി നിരങ്ങും. ഇൻ്റോടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, ഓള് ഇന്നെങ്ങനെ പറഞ്ഞീന്ന്. ഇപ്പൊ എന്തായി? ഓളോടേന്ന്. നമ്മളെ മക്കളൊക്കെ നമ്മള് പറഞ്ഞു കൊടുത്തത് പഠിച്ചപ്പോ ഓലൊക്കെ നല്ല രീതിയിൽ നിക്കണ ഓല പെരയില്. നമ്മളെ മക്കള് നമ്മള് പഠിപ്പിച്ചു കൊടുത്തത് തന്നെ ഓല് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എന്താ, നമ്മളെ മക്കൾക്ക് സുഖായില്ലേ? അല്ല മോളോ, ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. തമാശയും കാര്യങ്ങളൊക്കെ പറയണതേ ഞാൻ കേട്ട്. അല്ല, നല്ലപോലെ നീന്ന മരിയോള് ഇപ്പൊ പെരേലാലേ? ഓളോടക്ക് വയ്ക്കണില്ലേ? നിലക്കൃത്യല്ലേ ഇപ്പൊ? അവനാന്റെ പെരയത്തെ കാര്യങ്ങൾ മറച്ചു വെച്ചങ്ങാണ്ടേ ആരാന്റെ പെരയത്തെ കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയരുത് കേട്ടോ. ഇനി മേലിൽ നിങ്ങൾ ഈ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾ വന്നോളി, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ കുത്തും കെണി ഉണ്ടാക്കാൻ നിങ്ങൾ ഈ കാല് ഈ പെരന്റെ ഉള്ളിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഞാൻ ആരാണെന്നുള്ളതേ നിങ്ങളോട് കാണും. നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു വിട്ട മകൾ ഇന്നലെ യൂട്യൂബിലൊക്കെ ഇട്ട് എന്തൊക്കെ ഉണ്ടാക്കിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങളെ മരിയോ വിളിച്ചിരുന്നു കാക്കാക്ക്. എല്ലാരും നേരത്തെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട്. ഇതല്ല ഇപ്പൊ നിങ്ങളെ പാചകം. ഞാൻ പോട്ടെട്ടെ എന്നാല്. അജു വന്നോ? എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല. അതൊന്നുമില്ലല്ലോ, എന്തോ എന്റെ ഉണ്ടല്ലോ. പെണ്ണുങ്ങളോടെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓൾ എന്തേലും പറഞ്ഞ രണ്ടാമത്തേന് ഓൾ ഇങ്ങോട്ട് ചാടി കളിക്കും. ഇന്റെ ഒന്നും ഇപ്പൊ കേക്കാൻ ആരും ഇല്ലല്ലോ. ഇട്ടില്ല ഇതുവരെ. അനക്ക് എന്താ ഇവിടെ പണി? ഞങ്ങൾ രണ്ടാളും കൂടി വർത്താനം പറഞ്ഞു കൊടുത്ത് ഇജെന്തേ എങ്ങനെ വന്നിക്കണേ? അതെന്താ എനിക്കും ഇങ്ങോട്ട് വരാനൊന്നും പാടില്ലേ? നിങ്ങൾ രണ്ടാളും വർത്താനം പറയാനുണ്ടെന്ന് വിചാരിച്ചിട്ട്. ഈ ഉമ്മാനോട് എന്തേലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഇമ്മാക്ക് ഞാൻ തിരുമ്പണത് ഇഷ്ടല്ല പറഞ്ഞു. ഇന്നമ്മന്നെ പോയി തിരുമ്പിക്കോട്ടെ. നിങ്ങക്ക് എന്തേലും പറയാണ്ടോ? ഇക്കൊന്നും പറയാനൊന്നുമില്ല. അത് അമ്മായിമ്മയും മരോളും കൂടെ തീർത്താളി. റബ്ബേ, എനിക്കെന്നെ കിട്ടില്ല ഇങ്ങനെ ഒരു പെൺകോന്തം മകനെ. ഇനി ഓള് വിളിക്കട്ടെ, ഓള് വിളിക്കുമ്പോ ഒന്ന് പറയട്ടെ. ഓളെന്താണാവോ പറയാൻ പോണത്. ഇപ്പൊ ഒന്നും ഇപ്പൊ എന്റേത് ഏൽക്കാതെ ഇരിക്കും. അനക്കെന്താ അമ്മാനെ ഇഷ്ടല്ലേ? ഈ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? ഇമ്മാനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നല്ല ഇമ്മ പറഞ്ഞതിന് ഞാൻ തർക്കുത്തരം പറയണത്. ഞാൻ ഇമ്മ പറഞ്ഞതും കേട്ട് ഇങ്ങനെ പേടിച്ച് വരച്ച് നിന്നിട്ടുണ്ടെങ്കിലേ പിന്നെ അത് എന്നും ഉമ്മാക്ക് ശീലാവുള്ളൂ. ഈ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ ഉമ്മ പറഞ്ഞു. അങ്ങളോട് വന്ന് പറഞ്ഞോ ഉമ്മ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ? പൊന്നാരന്റെ ഇക്ക, ഇമ്മാനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നല്ല ഞാൻ ഇമ്മാനോട് അങ്ങനെയൊക്കെ പറയണത്. ഇമ്മ പറഞ്ഞതും ഞാൻ കേട്ടങ്ങനെ നിന്നാലേ മകള് കുറച്ച് ഉപദേശങ്ങളും കൂടി ഉമ്മക്ക് കൊടുക്കും. ഉമ്മ അതും കൂടി എന്റെ അടുത്ത് വന്ന് പയറ്റും. അതില്ലാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ അങ്ങനെ ഓരോന്ന് പറയണത്. അല്ലാതെ ഉമ്മാനോടക്ക് ബഹുമാനം ഇല്ലായിട്ടോ ഉമ്മ പറയണത് ഇഷ്ടപ്പെടായിട്ടോ ഒന്നുമല്ല. എല്ലാ അമ്മാരും ഇങ്ങനെ തന്നെയൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനായിട്ട് പിടിച്ചു നിൽക്കണെന്ന് മാത്രം. നടക്കട്ടെ. പിന്നെ ഇനി അത് പോയിട്ട് ഉമ്മാട് പറയാൻ നിക്കണ്ട. ഓള് വെറുതെ പറയാന്ന് ചെയ്യാണെന്നൊക്കെ പറയൊന്നും വേണ്ട. കെടുക്കട്ടെന്ന് ഇങ്ങനെ തന്നെ. ഇല്ല എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറയാൻ പോണില്ല.